ഇങ്ങനെ എല്ലാവരും തസ്ബീഹ് ചൊല്ലുന്നു, എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചൊല്ലുന്നു. അതിനല്ലേ മക്കളെ ഖബറിൽ കിടക്കുന്ന ബാപ്പയില്ലേ, ഖബറിൽ കിടക്കുന്ന ഉമ്മയില്ലേ, ആ ഉമ്മാന്റെ ഖബറിൻ പുറത്തു പോയി എന്തിനാണ് ഒരു തൈ നട്ടുപിടിപ്പിക്കുന്നത്? എന്തിനാണ്? അതിനൊരു കാരണമുണ്ട്. ആ തൈ എവിടുന്ന് തസ്ബീഹ് ചൊല്ലുന്നു, അതവിടുന്ന് തസ്ബീഹ് ചൊല്ലുമ്പോൾ അതിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഖബറാളിയായ ബാപ്പക്കതിന്റെ നേട്ടം ലഭിക്കുന്നു, ഉമ്മക്കതിന്റെ നേട്ടം ലഭിക്കുന്നു. ഭൗതികതയുടെ അതാ ആഴത്തിൽ മുങ്ങിക്കളിക്കുന്ന മക്കളെ, ബാപ്പാന്റെ ഖബറിന്റെ അരികിൽ പോകാൻ നേരം കിട്ടിയിട്ടുണ്ടോ? ഉമ്മാന്റെ ഖബറിന്റെ അരികിൽ പോകാൻ നേരം കിട്ടിയിട്ടുണ്ടോ?